ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരദ്വിഷേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. എണ്ണീടാൻ കഴിയാത്ത മാധുരിയഴും പ്രേമാമൃതം തൂകിയും പൂർണേന്ദുസ്മിത വെണ്ണിലാവളികളിൽ പൂമേനിയാറാടിയും പുണ്യം പൂണ്ടിടുമെൻ്റെ കണ്ണിമകളിൽ കർപ്പൂരകം ചാർത്തിയും കണ്ണൻ തൻ കമനീയ സുന്ദരമുഖം കാണുന്നതെന്നാണു ഞാൻ. നീരിൽ താരുകൾ കണ്ണടയ്ക്കവേ അളിക്കൂട്ടം മയങ്ങിടവേ പാരീഴേഴുമുറങ്ങവേ സുഹൃതി തന്നുൾപ്പൂവുണർന്നിടവേ ദൂരത്തായി ചെവിയോർത്തിടുന്ന സമയത്തേതോ സുധാശീകരം ചോരും ചിന്മുരളീ മനോഹരരവം കേൾക്കുന്നതെന്നാണു ഞാൻ. ഇന്ന് വലിയ ഒരു മഹാഭാഗ്യമാണ് സിദ്ധിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ദൂരത്തായിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടു, അമ്പലപ്പുഴ കണ്ണൻ്റെ ആ നട ഞങ്ങൾ കണ്ടു വരുന്ന സമയത്ത്. അപ്പോഴാലോചിച്ചു, നാളെ ഭഗവാന്റെ തിരുവാറാട്ടാണല്ലോ, അപ്പോൾ എന്തെങ്കിലും പ്രസാദം കിട്ടുമോ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഭഗവാൻ നേരിട്ട് വന്നതുപോലെ, അതായത് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഭഗവാന്റെ അതേ പ്രാധാന്യമുണ്ടെന്ന് പറയാറുണ്ട്. ഭഗവാന്റെ വനമാലയ്ക്ക് ഭഗവാന്റെ അതേ പ്രാധാന്യം, ശ്രീ ഗുരുവായൂരപ്പനോളം തന്നെ പ്രാധാന്യമുണ്ട് ഭഗവാന്റെ വനമാലയ്ക്ക്. ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാന്റെ കളഭം, ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാന്റെ ആ പട്ടുടയാട മഞ്ഞപ്പട്ട്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഭഗവാൻ നിവേദിച്ച പ്രസാദം കിട്ടി. അപ്പോൾ ഭഗവാൻ, അതായത് ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ട് പ്രസാദം നമ്മൾക്ക് കിട്ടാറുണ്ട്, അതിനേക്കാൾ കൂടുതൽ മഹത്വമുണ്ട് എന്ത്, നമ്മളുടെ ഗൃഹത്തിലേക്ക് ഒരാൾ പ്രസാദം കൊണ്ടുവരിക, എന്നിട്ട് ആ ഗൃഹത്തിൽ നിന്ന് പ്രസാദം കിട്ടുക എന്ന് പറയുമ്പോൾ ഭഗവാൻ നേരിട്ട് നമ്മളുടെ അടുത്തേക്ക് എഴുന്നള്ളി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഗുരുനാഥന്മാർ പറയാറുണ്ട്. അപ്പോൾ ഭഗവാന്റെ അമ്പലപ്പുഴ ഭഗവാന്റെ
പ്രസാദം കഴിച്ച് എൻ്റെ ഗുരുവായൂരപ്പൻ അനുവദിച്ചു എന്നാണ് പറയണത്. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്നു. വരുന്ന വഴിക്ക് ഇതാ അവിടെ എത്തുമ്പോഴേക്ക് ഞാനവിടെ പ്രസാദമായിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് അനുഗ്രഹിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ വന്നിട്ടുള്ള എല്ലാവർക്കും അമ്പലപ്പുഴ കണ്ണൻ്റെ ഭഗവാന്റെ പ്രസാദം കിട്ടി. ആ പ്രസാദം കൂടി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആനന്ദത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഈ ഭഗവാന്റെ കഥ പറയാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനോട് എന്തെന്നില്ലാത്ത ഒരു നന്ദി, സന്തോഷം അറിയിക്കുന്നു. അത് മാത്രമല്ല, ഇത്രയും വലിയ സദസ്സിൽ, അതായത് എന്നേക്കാൾ എത്രയോ സീനിയറായിട്ടുള്ള ഭക്തന്മാർ, അവരൊക്കെ അവരുടെ പ്രഭാഷണം കൊണ്ട്, അവരുടെ സാന്നിധ്യം കൊണ്ടും മഹത്തായി തീർന്നിട്ടുള്ള ഈ ഒരു വേദിയിൽ ഭഗവാനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാൻ കുന്തിദേവി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്. ഓരോ തരുണി ഇവളതിനു കൊതി കരളിലാർന്നതാം തെറ്റും ക്ഷമിക്കണേ കൃഷ്ണപാദാബ്ജമേ. ഒരു സ്ത്രീ കഥം പശ്യമഹി സ്ത്രീയ എന്നാണ്. ഒരു സ്ത്രീക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക ഭഗവാനെ? അതൊരു തെറ്റാണെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്തി മഹാറാണി തൻ്റെ സ്തുതി ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ എന്തെങ്കിലും ഇതിലൊരു പിഴവുകളോ എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ എല്ലാവരും, സദസ്സിലുള്ളവരെല്ലാവരും ക്ഷമിക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിനെ പ്രത്യക്ഷ കൃഷ്ണയവഹി എന്നാണ് പറയണത്. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് അവസാനം, അതായത് ഏകാദശ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ആണ്. അതിൽ 32, 33, 34 ശ്ലോകങ്ങളിലാണ് അതിനെ വ്യക്തമാക്കി തരുന്നത്. കലിയുഗത്തിൻ്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണവർണം ദിഷാകൃഷ്ണം സാംഗോവാംഗ അസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തനപ്രായൈ യജന്തി സുമേധസ. കൃഷ്ണവർണം ദിഷാകൃഷ്ണം സാംഗോവാംഗ അസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തനപ്രായൈ യജന്തി സുമേധസ. അതിൻ്റെ മുമ്പായിട്ട് മറ്റ് 2 യുഗങ്ങളിൽ, 2 യുഗങ്ങളിലെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വാസ്തവത്തിൽ കൃതയെ ധ്യായതോ വിഷ്ണു. കൃതയുഗത്തിൽ വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുന്നു തപസ്സുകൊണ്ട്. കൃതയുഗത്തിൽ 1,00,000 സത്യയുഗം എന്നും പറയും അതിന്. അപ്പോൾ അതിൽ 1,00,000 വർഷമാണ് ഒരു വ്യക്തിക്ക് ഒരു ആയുസ്, ലൈഫ് ഡ്യൂറേഷൻ അത്രയും വർഷമാണ് എന്നാണ്. ആ കാലത്ത് സാത്വികമായിട്ടുള്ള ഭാവമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിക്കുന്നു, തപസ്സുകൊണ്ട് ഈശ്വരപ്രാപ്തി നേടുന്നു എന്നാണ്. ത്രേതായുഗപ്പോഴേക്കോ നമ്മളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു. അത് 10,000 വർഷമായിട്ട് ചുരുങ്ങി എന്നാണ്. ആ ത്രേതായുഗത്തിൽ ഭഗവാൻ യജതോ മഖൈഹി, യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു. അതായത് ആ വൈദിക യാഗത്തിൽ കൂടെ, യാഗം യജ്ഞം മുതലായ കർമ്മങ്ങളിൽ കൂടെ ഈശ്വരപ്രാപ്തി സാധിക്കുന്നു എന്നതാണ്. 10,000 വർഷക്കാലം ആണ് അന്ന് ആയുസ് എന്നാണ്. പിന്നെ ദ്വാപരയുഗായപ്പോഴേക്കോ ദ്വാപരെ പരിചര്യായാം, അതായത് ഭഗവാനെ വൈദികമായും താന്ത്രികമായിട്ടുള്ള മാർഗത്തിൽ കൂടെ ഭഗവാനെ മൂർത്തി പ്രതിഷ്ഠ ചെയ്തിട്ട് ഭഗവാനെ പൂജിക്കുക, ആരാധിക്കുക എന്നുള്ളത് ദ്വാപരയുഗത്തിലെ ഭഗവത് സേവയുടെ സമ്പ്രദായമാണ് എന്നാണ്. എന്നാൽ കലിയുഗായപ്പോഴേക്കോ 100 വർഷം മാത്രമായി ആയുസ് നമ്മൾക്ക്. ഒരു വ്യക്തിക്ക്, ഒരു ജീവന് 100 വർഷമൊന്നും ജീവിക്കില്ല നമ്മൾ. അപ്പോൾ 100 വർഷം മാത്രമേ ആയുസ്സുള്ളൂ. അപ്പോൾ ഈ 100 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ആയുസ്സിൽ 50 വർഷം രാത്രിയായിട്ട് പോകും. പിന്നെ നമ്മൾ ആരുടെയൊക്കെ പിന്നാലെ ഓടണം? ഏതിൻ്റെ മാർഗത്തെ തപസ് ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള മനഃശുദ്ധിയില്ല, സാത്വികമായ ഭാവമില്ല. പിന്നെ യജ്ഞങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഹോമങ്ങൾ, യാഗങ്ങളൊക്കെ മന്ത്രപരിശുദ്ധി വേണം, സങ്കല്പത്തിൻ്റെ പരിശുദ്ധി വേണം, പിന്നെ വ്യക്തി പരിശുദ്ധനാവണം. അതുമാത്രമല്ല ദ്രവ്യങ്ങളെല്ലാം പരിശുദ്ധമായിട്ട് മാറണം. അത് സാധിക്കുമോ? അതും സാധിക്കില്ല.
പിന്നെ പൂജകൾക്ക് അതിന് അധികാരപ്പെട്ടവരുണ്ട്, അവർക്കേ പൂജിക്കാൻ സാധിക്കുള്ളൂ. ദ്വാപരയുഗത്തിൻ്റെ സമ്പ്രദായവും ഈ യുഗത്തിൽ സാധിക്കില്ല. പിന്നെ എന്ത് വേണം? കലിയുഗത്തിൽ സങ്കീർത്തന പ്രായഹി, നല്ല ബുദ്ധിയുള്ളവരെന്താ ചെയ്യാം? സങ്കീർത്തന പ്രായഹി, സങ്കീർത്തനം കൊണ്ടെന്നാണ് പറയണത്. ജപമല്ല, കീർത്തനമല്ല, സങ്കീർത്തനം എന്നാണ് പറയണത്. അതായത് ജപത്തിനും കീർത്തനത്തിനും സങ്കീർത്തനത്തിനും കൂടി വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപം നമ്മൾ എലിയപ്പ് മൂവ്മെൻറ്റ്സ് അങ്ങനെയായിട്ട് ജപിക്കുന്നതാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ. മറ്റുള്ളവർ കേൾക്കണമെന്നില്ല, അങ്ങനെ ജപിക്കുന്നവർ. കുറച്ചുകൂടി ആകുമ്പോഴോ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആദ്യത്തത് വ്യക്തിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, ഫലം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, തൊട്ടടുത്ത് ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ആ സങ്കീർത്തനത്തിൻ്റെ ഗുണം കിട്ടുന്നു, ലാഭം കിട്ടുന്നു. എന്നാൽ സങ്കീർത്തനാവുമ്പോഴേക്കോ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ അറിയാത്ത അനവധി ജീവജാലങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ പൂർവജന്മ പാപങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ഒരു വൃക്ഷങ്ങളായിട്ടും ലതകളായിട്ടും പല പല ജീവികളായിട്ടും ഗതി കിട്ടാത്ത പല പല ആത്മാക്കളായിട്ടും അലഞ്ഞു നടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ശുദ്ധി വരുത്തണോ? സങ്കീർത്തനം. അതാ ഒരു അന്തരീക്ഷത്തിന് മുഴുവൻ ശുദ്ധീകരിക്കാനായിട്ട് ഈ സങ്കീർത്തനത്തിന്, നാമസങ്കീർത്തനത്തിന് വളരെയധികം പ്രഭാവം. അതുകൊണ്ടാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്താണ്? നാമസങ്കീർത്തനം ചെയ്യുക എന്നുള്ളത്. ഭാഗവതവായനക്കാരെല്ലാം ഇതൊക്കെ പറയാറുണ്ട്, പക്ഷേ അത് ഒരിക്കലും അത് പ്രാക്ടിക്കലാക്കാറില്ല, പ്രാവർത്തികമാക്കാറില്ല എന്നതാണ് വളരെ സങ്കടകരമായിട്ടുള്ള വസ്തുത എന്നാണ്. ഗംഭീരമായിട്ട് പറയും അതിനെക്കുറിച്ചിട്ട്. എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം തന്നെ നാമസങ്കീർത്തനം എന്നുള്ളത് പറയാതിരുന്നത്? കാരണം ഈ നാമസങ്കീർത്തനം ഇതിനെക്കുറിച്ചിട്ട് ഇതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ ശ്രീമദ് ഭാഗവതത്തിനെ ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിൽ കൂടെ കാണുന്നവരാണ്. അങ്ങനെ ആ കാണുന്നവർ മുഴുവൻ ഈ നാമസങ്കീർത്തനത്തിൻ്റെ മഹിമ മനസ്സിലാക്കാതെ അതിനെ ദുരുപയോഗം ചെയ്യും. അതുകൊണ്ടാണത്രേ അവസാനം വെച്ചിട്ട് ഈ വാക്ക് പറയണത് എന്നാണ്. നാമസങ്കീർത്തനം യസ്യ എന്നുള്ളത് പറയാൻ കാരണം അതാണ്. അപ്പോൾ അങ്ങനെ നാമസങ്കീർത്തനം ചെയ്യണമെങ്കിലോ ശീല പ്രഭുപാദര് ശ്രീമദ് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ 2-ാമത്തെ സ്കന്ധങ്ങൾ ഇത് ഭഗവാന്റെ ലോട്ടസ് ഫീറ്റ് ഓഫ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നു. സാക്ഷാൽ സർവേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പൊന്നു പാദങ്ങളാണ് ആദ്യത്തെ സ്കന്ധം എന്നാണ്. ഭഗവാന്റെ എത്ര പാദങ്ങൾ ആണ് ആദ്യത്തെ സ്കന്ധം എന്നത്. അത് ശ്രദ്ധയോടുകൂടെ വായിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ തൃപ്പാദം ഹൃദയത്തിൽ പതിയും. എങ്ങനെയുള്ള പാദമാണ്? പൃഥ്വിതൻ തിരുമാർത്തട്ടിൽ ഉത്സവം ചേർത്ത കാലടി, പാറയെ ദേവിയായി മാറ്റാൻ മായം കോലുന്ന കാലടി, മുപ്പാരമ്പലമുറ്റത്തു വൻധ്വജം തീർത്ത കാലടി. എന്തെല്ലാം അത്ഭുതങ്ങൾ! ഗംഗ കൊണ്ട് ഈശശീർഷത്തിൽ ധാര ചെയ്തൊരു കാലടി, ബലിതൻ ബാലവട്ടത്തിൽ കിരീടം വെച്ച കാലടി, വൃന്ദാവനത്തിലെ പൈക്കൾ നക്കിത്തോർക്കുന്ന കാലടി, കയ്യിൽ വെച്ചെപ്പോഴും ലക്ഷ്മി വാസനിക്കുന്ന കാലടി, ശക്രന്റെ ഗർഭശൈലത്തിൽ വജ്രം അർപ്പിച്ച കാലടി, ഭക്തന്മാർ ചുട്ട നെറ്റിക്കു പറ്റിച്ചിടുന്ന കാലടി. ഇവിടെ വന്ന സമയത്ത് കേട്ടതെന്താ? കുംഭീന്ദ്രൻ കേണ നേരത്തു ബാണം പോൽ പാഞ്ഞ കാലടി. എന്തൊരു അത്ഭുതമാണ്! ഓരോ ഭഗവാന്റെ ലീലകൾക്കും അതിനൊക്കെ ആ ഭഗവാന്റെ പാദങ്ങൾ, അതാണ് ഭഗവാന്റെ തൃപാദങ്ങൾ നിരന്തരം സ്മരിക്കാൻ സാധിക്കണമെന്നാണ്. അങ്ങനെ നിരന്തരം സ്മരിക്കാൻ ആ പ്രഥമ സ്കന്ധം വളരെയധികം ശ്രദ്ധയോടുകൂടെ വായിച്ച് അതിൻ്റെ ശ്രീലപ്രഭാത എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനം ഭംഗിയായിട്ട്. അതായത് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനം 1-ാമത്തെ സ്കന്ധം ഏറ്റവും കൂടുതൽ 5 ലക്ഷം കോപ്പികൾ ചിലവായി എന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രിന്റിൽ തന്നെ ചിലവായി. ഇവിടെയല്ല, അമേരിക്കയിൽ
വിദേശ രാജ്യത്ത് ചിലവായി എന്ന് പറയുമ്പോൾ അവർക്കൊരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതത്തിനെ ഹൃദയത്തിലേറ്റാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. അപ്പം ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അതിൻ്റെ അനുഭൂതികൾ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങും ഭാഗവതത്തിൻ്റെ ആ ദിവ്യമായിട്ടുള്ള അനുഭൂതികൾ, എങ്ങും ഭഗവാന്റെ തിരുനാമങ്ങൾ, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദരെ, ആ ഗുരു ചൈതന്യ പ്രഭുവിൻ്റെ ആ പരമ്പരയെ, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിനെ, നമ്മളുടെ ഗുരു മഹാരാജിനൊക്കെ അനുസ്മരിക്കേണ്ട ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. അതാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമത്തെ ആശ്രയിക്കുന്ന സകല ആളുകളെയും ദുഃഖമില്ലാതെ തീർക്കുന്ന പ്രണതപാല ഭവാബ്ധിബോധം. ഈ ഭവസാഗരത്തിനെ കടത്തി വരുന്നത് സംസാരമാം കടൽ കടത്തി വിടുന്ന തോണിയായുള്ള ഞാൻ കടലിണക്കി വണങ്ങിടുന്നേ എന്നാണ്. സംസാരമാകുന്ന സാഗരത്തിനെ കടക്കാനായിട്ടുള്ള ഉപായം നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആ ഭഗവാനെ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം, ആ മഹാപുരുഷനായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിന് അർത്ഥമായിട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക. രണ്ടാമത്തെ ശ്ലോകം അതും വളരെയധികം ഗൗരവമുള്ളതാണ്. സുരപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠ ആര്യവചസ യദാഗാദരണ്യം മായാമൃഗം ദയദയപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. തെക്കുതാ സുദുസ്ത്യജ, ആർക്കും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. എന്ത് സുദുസ്ത്യജ സുരപ്സിതരാജ്യലക്ഷ്മിം. അവിടുന്ന് 24 വയസ്സിലാണ് നിമായി പണ്ഡിതൻ തൻ്റേതായിട്ടുള്ള, അതോ വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള, വളരെ അധികം പരിവ്രതയായിട്ടുള്ള സ്വന്തം പത്നിയെ, എന്തിനു, സ്വന്തം അമ്മയെ, സ്വന്തം ആളുകളെ മുഴുവൻ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പ്രഭാവം ലോകത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. തെക്താസുസ്ഥിത സുരക്ഷിത രാജ്യലക്ഷ്മിം ധർമ്മിഷ്ഠ ആര്യവചസ യദാഗാദരണ്യം. അവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എവിടെ എത്തി? അത് അഗാധരണ്യം, അതായത് വൃന്ദാവനത്തിനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവിടുന്ന് സന്യാസ ജീവിതം സ്വീകരിച്ചു. വൃന്ദാവനത്തിലെ രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള ആ പ്രേമഭാവത്തെ, വിരഹഭാവത്തിനെ സ്വയം അനുഭവിച്ചറിയാനായിക്കൊണ്ട് അവിടുന്ന് എവിടെയാ സ്ഥിരമായിട്ട് താമസിച്ചത്? ജഗന്നാഥപുരിയിൽ, പുരി ജഗന്നാഥൻ്റെ അടുത്ത്. അവിടെ അറിയാം, രാധാറാണിയുടെ സ്മരണ കൊണ്ട്, ദിവ്യമായിട്ടുള്ള സ്മരണ കൊണ്ട് അവിടുന്ന് ഉരുകിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. വികലമാവുന്ന അവസ്ഥ എന്നാണ് പറയണത്. അതായത് സ്വർണം ഉരുകാൻ ഒരു കലോറി ഉണ്ടല്ലോ, അതിൻ്റെ ആ ചൂട്, അതിൻ്റെ എത്രയോ 1000 ഇരട്ടി താപം, വിരഹതാപം അനുഭവിച്ചു ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ ആ ഒരു രൂപം തന്നെ വികലമായി പോയി എന്നാണ്. എന്നിട്ട് ഭഗവാന്റെ കണ്ണുകൾ പെട്ടെന്ന് വലുതായി, കണ്ണിൽ നിന്ന് കണ്ണീര് കൊടുകൂടെ ഒഴുക, ആ കൈകളും കാലുകൾക്കുള്ളിലേക്ക് വലിഞ്ഞിട്ടുള്ള ആ ഒരു ഭാവം, ഈ ഭാവം ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഉണ്ടായി വന്നു. ഇത് നാരദ മഹർഷി നേരിട്ട് കണ്ടു. എന്നും ഈ രൂപം കാണണം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, എന്തിന്, രാധാറാണിയുടെ വിരഹം കൊണ്ടാണ് ഈ രൂപം ഉണ്ടായത്. അതുകൊണ്ട് ഈ രൂപം ഭഗവാനിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. അപ്പോൾ രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുന്ന് ആ ജഗന്നാഥന് മുമ്പിൽ വരുന്ന സമയത്ത് അവിടുന്ന് എല്ലാം മറന്നു എന്നാണ്. ദേയം തെക്കുതാ സുരക്ഷിത രാജ്യലക്ഷ്മ്യം ധർമ്മിഷ്ഠ ആര്യവചസ യദാഗാദരണ്യം മായാമൃഗം. അതായത് ഈ കാണുന്ന വസ്തു, ഇത് കാണുന്നതെല്ലാം മായയാണ്. മായയുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓരോ ജീവനും ഈ ഉള്ളതിന് ഇല്ലയെന്ന് വിചാരിക്കുക, ഇല്ലാത്തതിനുണ്ട് എന്ന് വിചാരിക്കുക എന്നാണ്. ഈ കാണുന്ന വസ്തുക്കളെല്ലാം സത്യമാണെന്ന് വിചാരിക്കുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈശ്വരനെ അറിയാതിരിക്കുക. അങ്ങനെ മായയുടെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചു, അതിൻ്റെ ദിവ്യമായ രൂപത്തിൽ കൂടെ, ദിവ്യമായ ശബ്ദത്തിൽ കൂടെ തന്നിലേക്ക് ആകർഷിച്ചു. അവിടുന്ന് അങ്ങനെ ആകർഷിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാവരെയും കൃഷ്ണഭക്തിയിലേക്ക് ലയിപ്പിക്കുന്ന അവസ്ഥ. എൻ്റെ ഗുരുമഹാരാജ് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു സേവയും ചെയ്യണ്ട, പക്ഷെ ഒരു കാര്യം,
അതായത് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിൻ്റെ ഗൗരനിത്തായയുടെ ഒരു ചിത്രം, ഒരു പടം ഗൃഹത്തിൽ വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവിടെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് കഴിവില്ലേ ചെയ്യണ്ട. ആ പടത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ലഭിക്കാൻ സാധിക്കുമോ? അവിടുന്ന് സന്തോഷിക്കും. വേറൊന്നും ആവശ്യമില്ല. കാരണം നമ്മളുടെ ഈ ഒരു ദയനീയമായ അവസ്ഥ ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അവിടുന്ന് മായാമൃഗം ദേവദേവം അന്വധാവൽ, ആ മായയുടെ പിന്നാലെ നടക്കുന്ന ആളുകളൊക്കെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാവരും ആനന്ദം അനുഭവിക്കട്ടെ. എല്ലാവരും എങ്ങനെയാണ്? ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ മാധുര്യം അനുഭവിപ്പിച്ചു ലോകത്തിനെ മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ് ഇവിടെ. എങ്ങനെയാണ് നാമം ജപിക്കാനായിട്ട് തോന്നുക? ആർക്കാണ് തോന്നുക? അതിനെക്കുറിച്ച് പറയണു. ഹൃദയ ധ്യായതോ വിഷ്ണു. കൃതയുഗത്തിൽ ഭഗവാന്റെ എത്രയോ ലക്ഷക്കണക്കിന് വർഷം തപസ് ചെയ്തിട്ടുള്ള പുണ്യം, അതേപോലെ ത്രേതായുഗത്തിൽ ഒരു അനവധി യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യം, ദ്വാപരയുഗത്തിൽ എത്രയോ കാലം ഭഗവാന്റെ പൂജ ചെയ്തിട്ടുള്ള ഫലം, ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു ജീവനിൽ പൂർണ്ണമായിട്ട് ഒന്നിച്ച് ചേരുന്ന സംസ്കാരമായി മാറുന്ന അതേ സമയത്താണ് നമ്മൾക്ക് ഈ കലിയുഗത്തിൽ കൃഷ്ണമന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തോന്നുക. എളുപ്പമല്ല ജപിക്കാനായിട്ട്. പ്രോസസ്സ് സിമ്പിൾ, പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് വെരി വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാറുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. നാമം ജപിക്കോ? എളുപ്പമാണ് പറയാൻ, സ്റ്റേജിൽ നിന്ന് പറയാൻ നാമം ജപിക്കൂ എന്നുള്ളത്. പക്ഷേ പറയുന്ന ആൾ ജപിക്കുന്നുണ്ടോ? ജപിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതിനൊരർത്ഥമില്ല. അനേക ആചാര്യന്മാരുണ്ട്, നാമം ജപിക്കുമെന്നൊക്കെ പറയും, പക്ഷെ അവർ ജപിക്കുന്നുണ്ടാവില്ല. ഗുരുനാഥന്മാർ പറയാറുണ്ട്, 4 മണിക്ക് എഴുന്നേൽക്കാത്ത ഒരാൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കും നിങ്ങളെന്ന് പറയാനല്ല അർഹതയില്ല, അവകാശമില്ല എന്ന് പറയാറുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാത്ത ഒരാൾക്ക് നിങ്ങൾ ഉണരണമെന്ന് പറയാനുള്ള അർഹതയില്ല. അഥവാ പറഞ്ഞാലും ആരും അത് കേൾക്കില്ല, അനുസരിക്കില്ല. അതേപോലെ മത്സ്യമാംസാദികൾ ധാരാളം കഴിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ വെജിറ്റേറിയൻ ആവുമെന്ന് പറയാനുള്ള അവകാശമില്ല എന്ന് പറയാറുണ്ട്. അതേപോലെ നിങ്ങൾ തോന്നിയ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പ്രസാദം മാത്രം കഴിക്കുമെന്ന് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് എന്താണ്? ആദ്യം അവനവൻ സ്വയം ആചരിക്കുക, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുക, ഭഗവാന്റെ തിരുനാമത്തിനെ ആശ്രയിക്കാൻ സാധിക്കുക, ഒരു ഗുരുവിനെ ആശ്രയിക്കാൻ സാധിക്കുക, ഗുരു പറഞ്ഞതുപോലെ സ്വയം അനുഷ്ഠിക്കാൻ, അത് സ്വയം അനുഷ്ഠാനത്തിൽ വരുത്തുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുരു അനുഗ്രഹണേവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതൊക്കെ സാധിക്കുമോ നമ്മൾക്ക്? ആളുകൾ സംശയിക്കും. ബുദ്ധിമുട്ടില്ല, സാധിക്കും. എങ്ങനെയാണ്? ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും ഒരു വ്യക്തിക്ക് സാധിക്കും. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കും, ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ ഈ വേണുഗാനം എവിടെ ഇരിക്കുന്നത്? ഭഗവാന്റെ ആ വേണു എവിടെ ഇരിക്കുന്നത്? ചൈതന്യമഹാപ്രഭു പറയുന്നു, ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോയ സമയത്ത് ഭഗവാന്റെ വേണു, ഭഗവാന്റെ മുരളി കൊണ്ടുപോയിട്ടില്ല. മുരളി ഗാനം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു അതിനെ വീണ്ടെടുത്തു. എങ്ങനെയാണ്? നമ്മൾ ജപിക്കുന്ന ജപമാല ഇത് വേണുവായിട്ട് പറയണു. ഭഗവാന്റെ വേണുവാണ്, മുരളികയാണ് എന്ത് നമ്മൾ ജപിക്കുന്ന മാല. അതിൽ വരുന്ന വേണുഗാനമാണ്. അവിടെ രാഗതാനങ്ങൾ അതിനൊന്നും വ്യത്യാസമില്ല. അവിടെ രാഗത്തിനോ അല്ലെങ്കിൽ ഒന്നിനും പ്രാധാന്യം, ഒരേ ഒരു കാര്യം മാത്രം, സങ്കല്പം കൊണ്ട് മാത്രം. നമ്മളുടെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും, എൻ്റെ ഭഗവാനെ എനിക്കൊന്നും അറിയില്ല, ഇത് മാത്രമേ അറിയുള്ളൂ, അവിടുത്തെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ തിരുനാമം ജപിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ നയനം ജലത് അശ്രുധാരയാ വദനം ഗദ്ഗദ രുദ്ധയാഗിര വചനം ഗദ്ഗദ രുദ്ധയാഗിരാം പുളയ നിശിത വപുക്കഥ തവ നാമഗ്രഹണേ ഭവിഷ്യതി. ഭഗവാൻ വാക്കുകൾ പറയുന്ന സമയത്ത് വാക്കുകൾ അറിയാതെ ഇടറി പോകുന്നു എന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന്
പറയുന്ന സമയത്ത് ഒരു നിമിഷം നമ്മളുടെ കണ്ണുകൾ നിറയുന്നു എന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം ആ ഭഗവാന്റെ തൃപ്പാദ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം ഭഗവാന്റെ പുഞ്ചിരി നമ്മൾക്ക് ആലോചിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ആ രൂപത്തിൽ അറിയാതെ ലയിച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ, ഇത് മാത്രം മതി ഭഗവാൻ സന്തോഷിക്കാനായിട്ട്. ഭഗവാൻ അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണം. ഇപ്പം നമ്മൾ ആലോചിക്കും കൃഷ്ണനെ മാത്രം സേവിച്ചാൽ മതിയോ? വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവർ ഈ മറ്റുള്ള ഈശ്വരന്മാർക്ക് നിഷേധിക്കുന്നു എന്നൊരു സംശയം മിക്കവാറും ആളുകളിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതിന് ആ ബ്രഹ്മസംഹിത എന്നുള്ള വിശേഷപ്പെട്ട ഗ്രന്ഥം, അത് ബ്രഹ്മാവ് ഭഗവാന്റെ മുമ്പിൽ നേരിട്ട് ഭഗവാന്റെ ലോകം കണ്ട സമയത്ത്, ഭഗവാൻ അനുഗ്രഹിച്ച സമയത്ത് ഭഗവാന്റെ മുമ്പിൽ നേരിട്ട് ലഭിച്ചിട്ടുള്ള സ്തോത്രമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇവിടുത്തെ ഒന്നിനും ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് വേറിട്ട് നിൽക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനും സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മഹാദേവൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. മഹാദേവനെ നിഷേധിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും നമ്മളെ അനുഗ്രഹിക്കില്ല. അപ്പോൾ കൃഷ്ണനെ സേവിച്ചാലോ മഹാദേവനെ അനുഗ്രഹിക്കും. അതാണ് ഭക്തശിവമണി വാഴകമെന്നൊക്കെ പാടുന്നുണ്ട്. ഹരശങ്കര ശിവശങ്കര എന്നുള്ള കീർത്തനം കേട്ടാൽ തോന്നും എന്താണ് ഇത് ശരിക്കും ശിവനെ കുറിച്ചിട്ടാണോ എന്നുള്ളത്. അല്ല, ഇത് കൃഷ്ണനെ കുറിച്ചിട്ടുള്ളതാണ്. അജനാരദ സുരനായകർ പണിയും തിരുവടിയും സജലാംബുദ സുഭകം തിരുവുടലും തിരുമുടിയും മധുരാധര സുധയും മധുരാധര സുധയും തിരുമുടി മധുരാധര സുധയും ജയവഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണം അനിശം മമ കരളിൽ. എങ്ങനെയുള്ള ഭഗവാനോടാണ്? മുരളീരവ തരളീകൃത നവവല്ലവ വനിത വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു നവജീവിത ഇവനേ കുക ശിവനേ മലർസായക മധുസൂദന മധുസൂദന ദയിത. എന്താ പ്രാർത്ഥിക്കുന്നത്? മുരളീരവ തരളീകൃത നവ വല്ലവ വനിതാ വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി. മുരളീഗാനം കേട്ട് ആ വേണുഗാനത്തിൽ ആകർഷിക്കപ്പെട്ട് ഭഗവാന്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് വന്നിട്ടുള്ള ആ ഗോപികമാരോട് കൂടി രാസലീല ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൽ, രാധാകൃഷ്ണന്മാരുടെ രൂപത്തിൽ എനിക്ക് ആകർഷണം വരാനായിട്ട് എൻ്റെ മഹാദേവ അനുഗ്രഹിക്കണേ അവിടുന്ന് എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് അവിടുന്ന്? ഇതേ പ്രാർത്ഥന തന്നെയാണ്. എന്താണ്? ഹരിചരണ ഭക്തിം ച വിനയം അസൂയ മാത്സര്യ ധനുപമ മഹാരോഗ ശമനപ്രവീണാം വാണിയും സൽപ്രകര പരമാഹ്ലാദ ജനനീയം എന്നാണ്. അസൂയ മാത്സര്യം ഇല്ലാത്ത വിശേഷപ്പെട്ട വാക്കുകളെ കൊണ്ട് കൃഷ്ണനെ സേവിക്കാനായിട്ട് എൻ്റെ അമ്മയെ അനുഗ്രഹിക്കണേ എന്നുള്ളത്. അവിടെ എവിടെയാ വേറെ എന്നൊക്കെ കാണുന്നത്? എല്ലാ കൃഷ്ണഭക്തിക്ക് വേണ്ടിയിട്ട് ദേവി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട റൈറ്റ് ഹാൻഡ് എന്ന് പറയും. സൃഷ്ടി സ്ഥിതി പ്രളയ സാധന ശക്തി രേഖ ഛായേവ യസ്യ ഭുവനാനി ബിഭർത്തി ദുർഗ ഇച്ഛാനുരൂപമപി യസ്യ ചേഷ്ടതേ സാ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സൃഷ്ടി സ്ഥിതി പ്രളയം ഇതിന് മുഴുവൻ ആരാണ് പ്രഭാവം പകർന്നു കൊടുക്കുന്നത്? ഏക ദേവിയാണ് അതിന്. അതായത് അത് ദുർഗ എന്നാണ് പറയണത്. ഈ ദുർഗാദേവി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയാണ് സാക്ഷാൽ ദുർഗാദേവി എന്നാണ്. ഇങ്ങനെ ഓരോരുത്തരെയും അഗ്നിർമഹി ഗഗനം അമ്പും അരുദ്യശ്ച കാലസ്തഥാത്മ മനസീതി ജഗത്രയാണി യസ്മാൽ ഭവന്തി വിഭവന്തി വിശന്തി യം ച ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആദിപുരുഷനായിട്ടുള്ള ഗോവിന്ദനെ അഗ്നി മഹി ഭഗവാനെ വിട്ടിട്ട് എന്താ ഉള്ളത് ആലോചിച്ച് നോക്കുക. എല്ലാം ഒന്നിച്ചു വന്നു ബ്രഹ്മസംഹിതയിൽ.
അഗ്നിർ മഹി ഗഗനമമ്പു മരുദിശ്ച മരുത്ത് ദിശ്ച കാലസ്ഥ അതെല്ലാം ജഗത്രയാൻ യസ്മാൽ ഭവന്തി അരുന്നുണ്ടാവണത് ഇവർക്ക് അതൊന്ന് ലയിക്കണത്. അപ്പോൾ ഇതെല്ലാം ഒരു ഈശ്വരനെ നിഷേധിക്കണില്ല അവിടെ. ബ്രഹ്മാവിനെ നിഷേധിക്കുന്നില്ല. ക്ഷീരോദകശായി വിഷ്ണു, അതേപോലെ ഗർഭോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു, ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെടുന്നു കേട്ടോ. ഭഗവാൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വേണും കൊണന്തം അരവിന്ദലായതാക്ഷം ബരിഹാവതംസം അസിതാംബുദസുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എല്ലാം കൃഷ്ണനിലേക്ക് എല്ലാം ചെന്ന് ലയിക്കുന്നു, എല്ലാം ഭഗവാനിൽ തന്നെ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ഈശ്വരനെ സേവിക്കൂ. ആ ഒരു ഈശ്വരൻ്റെ ഭക്തന്മാരുടെ ഏത് ഈശ്വരൻ്റെ അടുത്തും പോവാം. ഇങ്ങനെ ഒരു ഭാവം വന്നാൽ ഏത് ഈശ്വരൻ്റെ അടുത്തും പോവാം. എന്നിട്ടോ പ്രാർത്ഥിക്കണത് എന്താ? കൃഷ്ണഭക്തി പരിപൂർണമാക്കി തരണേ, നാമം ജപിക്കാൻ തോന്നണേ, ശരണാഗതി പൂർണ്ണമാക്കി തരണേ. ഓരോ ഈശ്വരനോടും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന സഫലമായിട്ട് മാറും. മഹാദേവനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം മൂന്നാം തൃക്കണ്ണ്, മഹാദേവൻ്റെ 3 കണ്ണുകളാന്ന് പറയേണ്ടത്. മൂന്നാം തൃക്കണ്ണിൽ ഒരു പൊരി മതി എന്തിന്? ഈ പ്രപഞ്ചകോടികളെ ഭസ്മമാക്കിയിട്ട് മാറ്റാൻ എന്നാണ്. പിന്നെ ആ ഭഗവാന്റെ ക്ഷീരോദശായി വിഷ്ണുവിൻ്റെ ഗർഭോദശി വിഷ്ണുവിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? അവിടുത്തെ ഈ ലോകപത്മം അവിടുത്തെ നാഭിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. 14 ലോകങ്ങൾ ആ ഗർഭോദശായി വിഷ്ണുവിൻ്റെ നാഭീകമലത്തെ താമരയുടെ തണ്ടിലാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാണ്. ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമായിട്ടാണ് പറയണത്. ആദ്യത്തെ അംശമായിട്ടാണ്, ആദ്യത്തെ വിസ്തരണമായിട്ട് ആദ്യ സംഘർഷണമൂർത്തിയെ പറയുന്നു. ആ ആദ്യ സംഘർഷണമൂർത്തിയാണ് ബലരാമനായിട്ട് അവതരിച്ചത്. അതേപോലെ ഗോലോകേശ്വരനാണ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചത്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ 3-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഏതേചാംശകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം നിടയന്തി യുഗേ യുഗേ. അതായത് ഇത് ശ്രീകൃഷ്ണ ഈ പറയുന്ന ഒരുപാട് അവതാരങ്ങളെ കുറിച്ചൊക്കെ മുഴുവൻ പറഞ്ഞു. ഋഷയോ മനവോ ദൈവ മനുപുത്ര മഹോജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തഥ. അവിടെ എല്ലാ അവതാരങ്ങളെ കുറിച്ചിട്ട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അവസാനം പറയുന്നത് എന്താണ്? ഏതേചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭഗവാൻ, അത് കൃഷ്ണൻ തന്നെ എന്നാണ്. ഇതിന് പരിഭാഷാസൂത്രം എന്നും വിശ്വാസചക്രവർത്തി താക്കൂറിന് പറയും. പരിഭാഷാസൂത്രം എന്നുള്ളത് അതായത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, പരിഭാഷാസൂത്രത്തിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അവലംബിച്ചുകൊണ്ടാണ് മറ്റെല്ലാ വാക്കുകളും എല്ലാ ആശയങ്ങളും ശ്രീമദ് ഭാഗവതത്തിലെ എന്നാണ്. അപ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ബോധത്തോട് കൂടിയിട്ട്, ആ ശരണാഗതിയോട് കൂടിയിട്ട് നമ്മൾക്ക് ഏത് ഈശ്വരൻ്റെ മുമ്പിലും പോവാം, ഗണപതിയുടെ മുമ്പിൽ പോവാം. എന്നിട്ടോ പ്രാർത്ഥിക്കണം. യൽപാദപല്ലവയോഗം വിനിധായ കുംഭദ്വന്ദ്വേ പ്രണാമ സമയേ സ ഗണാധിരാജ വിഘ്നാൻ വിഹന്തു മലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഉണ്ണി ഗണപതി മഹാദേവൻ്റെ പുത്രനാണ്, ഗണപതിയാണ്. സകല ലോകത്തിലെ എന്തെങ്കിലും വിഘ്നങ്ങൾ, ഭഗവാനെ സേവിക്കുന്നതിൽ എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടോ അതില്ലാതെ തീർക്കാനുള്ള കഴിവ് ഉണ്ണി ഗണപതിക്കുണ്ട്. എവിടുന്നാണ് കിട്ടിയത്? സാക്ഷാൽ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു കൊടുത്തതാണ്. എപ്പോഴും കന്യമൂല ഗണപതി എന്ന് പറയാറുണ്ട്. ഭഗവാന്റെ അടുത്തായിട്ട് ഗണപതി ഉണ്ടാവും. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഗണപതി എന്താ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും സേവിച്ചുകൊണ്ട് തുളസിപ്പൂവ് കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ അർച്ചന ചെയ്തുകൊണ്ട്. അതോ ഞാൻ ഈ ലോകം മുഴുവൻ കീഴടക്കിയത് എങ്ങനെയാണ്? എൻ്റെ ഈ തുളസി കൊണ്ട് എൻ്റെ ഭഗവാനെ സന്തോഷിപ്പിച്ചു. തുളസിയുടെ ഇല വെച്ചിട്ട് ദളം വെച്ചിട്ട് ചുറ്റും പ്രദക്ഷിണം വെച്ചു. എന്തിനാണ്? ലോകം മുഴുവൻ ചുറ്റി വരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. കേട്ടിട്ടുണ്ടാവും എല്ലാവരും കഥ അല്ലേ? കേട്ടിട്ടുണ്ടോ കഥ? ഗണപതിയുടെ കഥ എല്ലാവരും, എന്നാലും കേൾക്കാത്തവരോട് ഒന്നുകൂടി പറയാം. അതായത് കേൾക്കാത്തവരുണ്ടോ? കേൾക്കാത്തവരൊന്ന് കൈ വെക്കുക. അപ്പോൾ ഒന്നും പറയാം. ഒരിക്കൽ ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒന്നിച്ച് ചെന്നു മഹാദേവൻ്റെ അടുത്ത്. മഹാദേവനോട് ചോദിച്ചു, ഞങ്ങളിൽ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത് ചോദിക്കണം.
മഹാദേവൻ കൂടി ധർമ്മസങ്കടത്തിലെ ആരോടാ ചോദിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ബ്രഹ്മാവിനോട് പോയി ചോദിക്കുമെന്ന് പറയാണ്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി രണ്ടുപേരും ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞങ്ങളെ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത്, പ്രഥമഗണനീയൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് കുറച്ച് പേരോടൊക്കെ ചോദിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരെല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ദേവന്മാരെല്ലാവരും വന്നു അവിടെ. എന്നിട്ട് ചോദിച്ചു, ഇവരൊരു സംശയമുണ്ട്, ഈ രണ്ടു പേർക്ക് ആരെ ആദ്യം പൂജിക്കേണ്ടത്. ഉടനെ ദേവേന്ദ്രൻ പറഞ്ഞു, സംശയമല്ലേ, എന്നെ തന്നെ പൂജിക്കേണ്ടത്. ദേവേന്ദ്രൻ പറഞ്ഞു, എന്നെയാണ് പൂജിക്കേണ്ടത്. അപ്പോഴേക്ക് പറഞ്ഞു, സൂര്യൻ പറഞ്ഞു, ഞാൻ ഇവർക്കൊക്കെ വെളിച്ചം കൊടുക്കണ പ്രപഞ്ചത്തിന് മുഴുവൻ എന്നെയാണ് പൂജിക്കേണ്ടത്. ചന്ദ്രൻ പറഞ്ഞു, അതിന് രാത്രി ആരാ പ്രകാശം കൊടുക്കുന്നത്. അഗ്നിദേവൻ പറഞ്ഞു, എന്നെ പൂജിക്കേണ്ടത് എന്ന്. ഇങ്ങനെ വായുദേവൻ പറഞ്ഞു, എന്നെ പൂജിക്കണം. കുറച്ച് സമയം കൊണ്ട് അവിടെ ആദ്യം ഭയങ്കരമായിട്ട് ലഹളയായിട്ട് മാറി. ബ്രഹ്മാവ് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അതെ, ഒരു കാര്യം ചെയ്യാം, ഈ ലോകം മുഴുവൻ നിന്ന് ആരാണ് ആദ്യമായി ചുറ്റി വരുന്നത് അവരെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്ന് പറയുന്നു. ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിൽ കയറി, സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ വാഹനനായി മയിലിൻ്റെ പുറത്ത് കയറി, ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ വാഹനത്തിൽ കയറി ലോകം ചുറ്റാൻ പോയി. ഉണ്ണിഗണപതി ആണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം തന്നെ മഹാമോശമാണ്. അതായത് മൂഷികനാണ് ഇരിപ്പിടം. അവിടെ നിന്ന് എങ്ങാനും എഴുന്നേറ്റ് ഇദ്ദേഹം അവിടേക്ക് ഓടിപ്പോകാന്നുള്ളത് അറിയില്ല. എന്നാലും പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കാണ് നാരദ മഹർഷി അവിടേക്ക് വന്നു. നാരദ മഹർഷി ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയണതെന്ന് ചോദിക്കുന്നു. അതെ, എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, 3 ലോകങ്ങളും ചുറ്റി വരണം, ലോകം മുഴുവൻ ചുറ്റി വരണം എന്ന് എൻ്റെ ഈ മുത്തശ്ശൻ പറഞ്ഞു. എനിക്കാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പൂജ ഏറ്റുവാങ്ങണമെന്നും ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഉണ്ണി അവിടെ നിൽക്കൂ, നാരദ മഹർഷി പറഞ്ഞു. എന്നിട്ട് ദ്വാരകയിൽ നടന്നൊരു തുലാഭാരത്തിൻ്റെ കഥ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പറയേണ്ട കാര്യമില്ല. തുളസിപ്പൂവിനോളം ഭഗവാന് പ്രിയപ്പെട്ടതായിട്ടൊന്നുമില്ല എന്നാണ്. അതായത് ഭഗവാന് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ആ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ദാനം തരണം. എന്താ വേണ്ടത്? അതെ, ഭഗവാനെ തന്നെ ദാനം തരണം എന്ന് പറയും. എന്തും തരാമെന്ന് രുക്മിണീദേവി പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്തും തരാമെന്ന്. എന്നാൽ ആ ഭഗവാനെ കൃഷ്ണൻ എനിക്ക് തരുമെന്ന് പറയുകയാണ്. കൊടുക്കാമെന്ന് വൃത്തിയുണ്ടോ? അവസാനം കൃഷ്ണൻ്റെ തൂക്കത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ ദ്വാരകയിലുള്ള സ്വർണം സകല സാധനങ്ങളും പകരം വെച്ചിട്ടും കൃഷ്ണൻ്റെ പകരാമല്ല, എന്ത് വേണം? അവസാനം രുക്മിണീദേവിക്ക് ഉപായം തോന്നി. ഒരു തുളസി, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു തുളസിപ്പൂ എടുത്തിട്ട് അവിടെ ആ പാദത്തിൽ ആ ഒരു തുലാഭാരത്തിന് തട്ടിൽ വെച്ചു. അപ്പുറത്ത് ഭഗവാനും ഇരുന്നു. ഭഗവാൻ ആ തുളസിപ്പൂ വെച്ച് തട്ട് ഘനം കൊണ്ട് താണുമെന്നാണ് പറയുന്നത്. ഈ കഥ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഗണപതിക്ക്. ഒരു കാര്യം ചെയ്യുക, ഒരു തുളസിയുടെ ദളം എടുക്കുക, എന്നിട്ട് ആ തുളസിയുടെ ദളം വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ പ്രദക്ഷിണം വെച്ചോളൂ. ലോകത്തിന് മുഴുവൻ പ്രദക്ഷിണം വെച്ച ഫലമായി എന്ന് പറയുന്നു. പുണ്യ ഗണപതി അതേപോലെ ചെയ്തു. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛാ, ഞാൻ ലോകം ചുറ്റി വന്നു മുത്തശ്ശ എന്ന് പറയണു. എങ്ങനെയാ ചുറ്റിയത്? അതെ, ഞാൻ ഇങ്ങനെ ഒരു ഉപായം ചെയ്തു എന്ന്. അപ്പോൾ ലോകം മുഴുവൻ ചുറ്റിയിട്ടുള്ള ഫലമായി ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരൻ കൃഷ്ണനാഥ് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ ബ്രഹ്മാവിന് പറയാതിരിക്കാൻ പറ്റില്ല. അവസാനം ആ ബ്രഹ്മാവ് ഉണ്ണിഗണപതിയെ പ്രഥമ ഗണനീയനായിട്ട് പരിഗണിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇന്നും ഗണപതിയെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ്? യൽപാദവല്ലയോഗം വിരധായ കുംഭദ്വന്ദ്വേ പ്രണാമ സമയേസ ഗണാധിരാജ. എന്നും ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഹരേകൃഷ്ണക്കാർ മാത്രം പറയണതല്ല, ഗണേശ പുരാണത്തിൽ ശാസ്ത്രങ്ങളിൽ പറയണതാണ്. അപ്പോൾ ഈ തിരുനാമം ജപിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഉണ്ണി ഗണപതിയെ എപ്പോഴും ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്നാമനാവണോ? നമ്മൾക്ക് വിജയിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നാമം ജപിക്കാൻ നമ്മൾ തയ്യാറല്ല. ശമ്പളം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പണി ചെയ്യാൻ തയ്യാറില്ലെങ്കിലോ? ഇതേപോലെ ഭജിക്കാൻ തയ്യാറാവണം നമ്മൾ. അങ്ങനെ നിരന്തരം ഭജിക്കാൻ, എളുപ്പമാണ് തിരുനാമം ജപിക്കാൻ. തിരുനാമം ജപിക്കാൻ നമ്മൾ തയ്യാറാവുന്നു എന്നുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കേണ്ട, ഭഗവാൻ അറിഞ്ഞു തരും വേണ്ട സമയത്ത്. അതാണ്, വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ അനുഗ്രഹിക്കാൻ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ കരുണ വേറൊരു ഈശ്വരനില്ല. എത്രയോ സ്വയം
അനുഭവിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ അവനവൻ അനുഭവിച്ച കാര്യങ്ങളൊന്നും പുറമേക്ക് അങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യങ്ങളല്ല, സ്വയം അത് അറിയേണ്ട കാര്യങ്ങൾ, സ്വയം നമ്മൾ ആനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. അക്രൂരൻ മധുരയിലേക്ക് ഭഗവാനെ കൊണ്ടുപോകുന്ന സമയത്ത് അക്രൂരൻ വിചാരിച്ചു താൻ എന്തായാലും വൃന്ദാവനം വിട്ടിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ച് അക്രൂരൻ ആ യമുനയിൽ ചെന്നിട്ട് വെള്ളത്തിൽ പോയി മുങ്ങി. അക്രൂരൻ അവിടുന്ന് മുങ്ങാന്നാ വിചാരിച്ചത്. പക്ഷേ അക്രൂരൻ കാണുന്നു ജലത്തിൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ദർശനം, വൈകുണ്ഠമൂർത്തിയുടെ ദർശനം ഉണ്ടാവുന്നു അക്രൂരന്. അക്രൂരൻ അവിടെ ഭഗവാനെ സ്തുതി കഴിഞ്ഞ് അവിടുന്ന് ആ സ്തുതി കഴിഞ്ഞ് പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു. ഭഗവാൻ ചോദിച്ചു, എന്താ മുത്തശ്ശ, അക്രൂരൻ ചെറിയച്ഛ എന്തെങ്കിലും കണ്ടോ വിശേഷമായിട്ട്? കുളിക്കാൻ പോയിട്ട് കുറേ സമയമായല്ലോ, എന്തെങ്കിലും കണ്ടോ വെള്ളത്തിൽ? ഉടനെ അക്രൂരൻ പറഞ്ഞത് എന്താണ്? ഭഗവാനെ ഞാൻ കണ്ടു, ഒന്നും പറഞ്ഞില്ല. അത്ഭുതങ്ങൾ കണ്ടു. ഭൂമിയിലോ ആകാശത്തിലോ വെള്ളത്തിലോ ഒന്നുമല്ല കണ്ടത്. ഈ അത്ഭുതങ്ങളെ പോലെ, കൃഷ്ണബലരാമന്മാരെ പോലെ അത്ഭുതങ്ങളെ ഞാൻ പ്രപഞ്ചത്തിൽ കണ്ടിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു. കണ്ടതൊന്നും പറഞ്ഞില്ല. അപ്പം എന്തേ, നമ്മൾ കണ്ട് അനുഭവിച്ചവരെ പറയാറില്ല. അനുഭവിക്കണമെന്ന് അഭിനയിക്കുന്നവർ മാത്രമേ പറയാറുള്ളൂ. അതേപോലെ നമ്മൾ അഭിനയിക്കുന്നവർ ആവാതിരിക്കുക, അനുഭവിച്ചവരാവുക. എന്നിട്ട് നിരന്തരം സേവിക്കുക ഭഗവാനെ. ഭഗവാന്റെ കൃഷ്ണനാമങ്ങളെ കൊണ്ട് സത്സംഗത്തിലാണ് ഈ നാമത്തിൻ്റെ മഹിമ അറിയാൻ സാധിക്കുക. സത്സംഗത്തിലാണ് നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ അറിയാൻ സാധിക്കുക. അനുഭവപ്പെട്ട എല്ലാം വളരെയധികം അനുഭവസിദ്ധന്മാർ ആചാര്യന്മാരുടെ ആ വാക്കുകളിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ എന്താണോ മോഹിച്ചത് അത് സാധിപ്പിച്ചു തരും. എന്താ അവസാനം നമ്മളെന്താ ആഗ്രഹിക്കേണ്ടത്? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാദങ്ങളെ നമ്മൾ ആഗ്രഹിക്കണം. ആ പാദം കാണാൻ സാധിക്കും. എങ്ങനെ കാണാൻ സാധിക്കുക? വ്യത്യസ്തപാദം അവതംസിത ബർഹി ബർഹം സാചീകൃതാനന നിവേശിത വേണുരന്ധ്രം തേജപരം പരമകാരുണികം പുരസ്താൽ പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം. പിന്നോങ്ങലം ഠാക്കൂർ തൻ്റെ വിശേഷപ്പെട്ട ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. എങ്ങനെ കാണുന്നത്? വ്യത്യസ്തപാദം അവതംസിത ബർഹി ബർഹം തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടൊക്കൊടലും അധ പിടിച്ചോതി മന്ദം ഹസിച്ചും തക്കത്തിൽ തീരെ ജോടി കരുമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ. ഇത് തന്നെ പട്ടേരിപ്പാടും പറയണു. എന്താ പറയണത്? ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയഭൃത ശോണപാണി പ്രവാളേനോപാത്താം വേണുനാളിം പ്രസൃതനഖമയൂഖാംഗുലീ സംഘശാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനേ ശബ്ദബ്രഹ്മാമൃതസ്ത്വം ശിശിരഭുവനേ സിഞ്ചമേ കർണവീഥിം. എൻ്റെ വേണുഗാനം ചെയ്യുന്ന ഭഗവാനിൽ നിന്നും കേൾക്കുന്ന വേണുഗാനത്തിൽ ആ ഗാനത്തിൽ രൂപത്തിൽ മനസ്സിലയിക്കാൻ സാധിക്കണം. അതിന് സാധിക്കും. വിശ്വസിച്ചിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം നിരന്തരം ജപിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഈ വാക്കുകൾ ഇത് എൻ്റെ ഗുരു മഹാരാജനും അതേപോലെ ശീല പ്രഭുപാദന്റെ ഗുരു പരമ്പരകൾക്കും ശ്രീമദ് ഭാഗവതം ഉപദേശിച്ച ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ഗുരുനാഥനും ശ്രീ ഗുരുവായൂരപ്പനും സമർപ്പിക്കുന്നു. സജ്ജനങ്ങളുടെ മുമ്പിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഒരു പൂജ്യങ്ങൾ എഴുതിയാൽ യാതൊരു വില ഉണ്ടാവാറില്ല. പക്ഷെ പൂജ്യത്തിൻ്റെ അടുത്ത ഭാഗത്തൊരു പൂർണ്ണസംഖ്യ വന്നാൽ വില ഉണ്ടാവും അതിന്. അതേപോലെ എത്ര പൂജ്യം കൂടണോ വില കൂടിക്കൂടി വരും. ഇതേപോലെ വെറും ശൂന്യമായ വാക്കുകൾക്ക് അതിന് ചൈതന്യം പകർന്നുകൊണ്ട് ഗുരുനാഥ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കേണ്ടത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അവസരം തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകർ പ്രത്യേകിച്ചും മിനി മാതാജി അതേപോലെ ഇത് ഇവിടെയുള്ള പ്രഭുക്കന്മാർ എല്ലാവരുടെ മുമ്പിലും സാദരം പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ